ഹായ് ഗായ്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചിക്കൻ കൊണ്ടാട്ടം റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് എസ്പെഷ്യലി ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഒക്കേഷനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ് ഈ ചിക്കൻ കൊണ്ടാട്ടം. നമ്മുടെ കേരളത്തിലെ തന്നെ വളരെ ഫേവറേറ്റും അതുപോലെ തന്നെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ലിൻസീസ് ലിങ്ക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, അതുപോലെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കുകയും ചെയ്യാം. ഓക്കെ, അന്നേരം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് 2 കിലോ ചിക്കനാണ്. ഇത് നമുക്ക് കറി കട്ട് പീസാക്കി വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ബിരിയാണി പീസസ് ആക്കി വലിയ കഷ്ണങ്ങളാക്കി വേണമെങ്കിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ ലെഗ്സ് മാത്രമായിട്ട് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ചിക്കൻ എടുക്കാം. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതിന് 1 ഇഞ്ച് 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണവും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇട്ട് അരച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ വേണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. ഇത് കോൺഫ്ലോറും നമ്മുടെ അരിപ്പൊടിയുമാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ നമ്മുടെ അരിപ്പൊടിയും കൂടെ എടുത്തത്. അതിൻ്റെ കൂടെ ഒരു നാരങ്ങയുടെ അല്ലെങ്കിൽ ഹാഫ് നാരങ്ങയുടെ നീരും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് അത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു മാരിനേറ്റ് ചെയ്യാൻ ഒരു 10 to 15 മിനിറ്റ്സ് വെക്കുക. അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു സൈഡൊന്ന് മൊരിയത്തക്ക രീതിയിലുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഓരോരോ പീസായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് നല്ലതുപോലെ അതിൻ്റെ ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ തിരിച്ചിട്ട് മറ്റേ ഭാഗവും കൂടെ മൊരിച്ച് എടുക്കുക. അന്നേരം ഈ ചിക്കൻ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യുന്ന സമയമേ ഉള്ളൂ. ബാക്കിയെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ നമ്മൾ ഈ ചിക്കൻ്റെ അകത്ത് നല്ല കാശ്മീരി ചില്ലി പൗഡർ ചേർത്തേക്കുന്നത് കൊണ്ട് ഈ ചിക്കന് നല്ലൊരു റെഡ് കളർ കിട്ടും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ചിക്കന് കുറച്ചും കൂടെ എരി വേണമെന്നുള്ളവർക്ക് 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ നമ്മുടെ സാധാരണ നല്ല എരിയുള്ള മുളകിൻ്റെ പൊടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ ഈ ചിക്കൻ റെസിപ്പിക്ക് നല്ലൊരു ഒരു എരി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അന്നേരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങളും നമുക്ക് ഒരു വേരിയേഷൻ കൊടുത്ത് ഉണ്ടാക്കാൻ പറ്റും. ഈ സമയത്ത് നോക്കിയപ്പോൾ കാണാം ഒരു സൈഡ് നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട്. അന്നേരം നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. ഈ സമയം നമ്മുടെ ചിക്കനൊക്കെ അകമൊക്കെ നല്ലതുപോലെ കുക്കായി കിട്ടും. നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ തേച്ച് അതിലൂടെ ലെമണൊക്കെ ചേർത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് മാരിനേറ്റ് ചെയ്യാൻ ഒരു 10 to 15 മിനിറ്റ്സ് നമ്മൾ വെക്കുന്നത് കൊണ്ട് നമ്മുടെ ചിക്കൻ നമുക്ക് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. നമ്മുടെ അകമൊക്കെ നല്ല ജ്യൂസി ആയി കിട്ടും. അന്നേരം അങ്ങനെ ചെയ്താൽ മതി. അന്നേരം ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് സവോളയൊക്കെ അരിഞ്ഞ് വെക്കാം. അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്ത് വെക്കാം. പിന്നെ മുളക് ചതച്ചത്, പിന്നെ നമുക്ക് കൊണ്ടാട്ടം മുളക്. നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം റെസിപ്പിയിൽ നമ്മൾ ചേർക്കുന്നതാണ് മുളക് ചതച്ചതും അതുപോലെ തന്നെ ചിക്കൻ കൊണ്ടാട്ടവും. മുളക് ചതച്ചതും നമ്മുടെ കൊണ്ടാട്ടം മുളകും. അതുകൊണ്ടാണ് ഇതിന് കൊണ്ടാട്ടം ചിക്കൻ എന്ന് പേര് കിട്ടിയത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ പാനിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയ്ക്കകത്തേക്ക് തന്നെ ഒരു 2-3 സവാള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. നമ്മൾ ചിക്കൻ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞു. അന്നേരം ആ എണ്ണയ്ക്കകത്ത് അത്രയും വേണ്ടെങ്കിൽ കുറച്ച് എണ്ണ മാറ്റിയതിന് ശേഷം നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ നമ്മുടെ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് മൂപ്പിച്ച് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴഞ്ഞിട്ട് കിട്ടിയാൽ മതി. ഈ ഒരു സമയത്ത് വഴഞ്ഞൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് നല്ല ശരിയായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഏകദേശം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. അത് സവാള ഒന്ന് ഇച്ചിരിയും കൂടെ ഒന്ന് ആയതിനു ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. കാരണം അതിൻ്റെ ആ പച്ച ടേസ്റ്റും ഒന്ന് മാറി ഒന്ന് കുക്കായി കിട്ടണം. എന്നാൽ മാത്രമേ നമ്മുടെ പ്രിപ്പറേഷൻ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നല്ലതുപോലെ വഴറ്റി കൊടുക്കുക.
ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ നല്ലൊരു ഒരു കൈ നിറച്ച് കറിവേപ്പില, എത്ര കറിവേപ്പില ചേർക്കുന്നോ അത്രയും നമ്മുടെ കറിക്കൊരു മണവും അതുപോലെ തന്നെ ആ കറിവേപ്പിലയുടെ ഗുണവും ഒക്കെ കിട്ടത്തുള്ളൂ. നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഇത് നമുക്കൊരു പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷ്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ പേസ്റ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചില്ലി പേസ്റ്റ് കൂടെ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഒരു എരിയും അതുപോലെ തന്നെ കളറും കിട്ടും. അങ്ങനെയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റും കൂടെ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ ചിക്കൻ മസാല, അത് നിങ്ങൾക്ക് കൊണ്ടാട്ടം മസാല ചിക്കൻ മസാല വാങ്ങിക്കാൻ കിട്ടുവാണെങ്കിൽ അത് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് 2 ടീസ്പൂണോളം നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. ഗരം മസാല നല്ല ഫ്രഷ്ലി നമ്മൾ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാണെങ്കിൽ നല്ലൊരു മണമാട്ടോ. ഇതിപ്പോൾ ഞാൻ നല്ല വീട്ടിൽ തന്നെ പൊടിച്ച നമ്മുടെ ഗരം മസാലയാണ്. അതിൻ്റെ ആ ഒരു മണം ഭയങ്കരമായിട്ടോ, നല്ലൊരു ഇത് വരുന്നുണ്ട്. ഇപ്പം നല്ല ഇത് വന്നു. ഇനി നമുക്കിതിലേക്ക് ചതച്ച മുളക്, ഇത് കണ്ടോ, ഈ ഒരു ചതച്ച മുളക് ചേർത്ത് 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തു. ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് നല്ല ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചതച്ച മുളകിൻ്റെയൊക്കെ ആ ടേസ്റ്റും എരിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇച്ചിരി എരി കുറച്ചാണ് ഉണ്ടാക്കുന്നത്, കൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്തത്. അത് നല്ലപോലെ ഒന്ന് വഴറ്റുക. ഇനി ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചേർക്കുന്ന ഒരു കാര്യമാണ് കൊണ്ടാട്ടം മുളക്. കൊണ്ടാട്ടം മുളകിൻ്റെ അകത്ത് ഓൾറെഡി ഉപ്പൊക്കെ ഉണ്ട്. അന്നേരം ആ ഉപ്പൊക്കെ നമ്മൾ ചേർക്കാൻ നേരം അതിനനുസരിച്ച്. ഇതുവരെ ഞാൻ ഇതിൻ്റെ അകത്ത് സവാളയ്ക്കകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. അന്നേരം കൊണ്ടാട്ടം മുളക് ഞാൻ ഇട്ട് കൊടുത്തു. ഇതൊരു 12 കൊണ്ടാട്ടം മുളകുണ്ട്. ഇതും കൂടി ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഇപ്പം നമ്മൾ ചിക്കൻ്റെ അകത്തൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ചിക്കൻ പ്രിപ്പയർ ചെയ്ത എണ്ണയ്ക്കകത്ത് ഒരിച്ചിരി ഉപ്പിൻ്റെ രുചി കാണും. പിന്നെ അത് മാത്രമല്ല കൊണ്ടാട്ട മുളകിൻ്റെ അകത്ത് ഉപ്പുണ്ട്. അന്നേരം അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഉപ്പ് ചേർത്തു. ഇനി നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ സോയാ സോസ് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വഴറ്റി ഇനിയിപ്പം നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ചിക്കൻ പീസസ് ഇട്ട് മിക്സ് ചെയ്യാൻ നേരം ഈ ചിക്കൻ സവോളയും കൊണ്ടാട്ടമുളകും ചതച്ചമുളകും എല്ലാം ഈ ചിക്കൻ പീസസിൻ്റെ മുകളിൽ നല്ലൊരു കോട്ടിംഗ് പോലെ ഉണ്ടാകണം ഈ മുളകിൻ്റെ. എന്നാലേ ഈ നമ്മുടെ ഈ കൊണ്ടാട്ടം റെസിപ്പി അതിൻ്റെ ആ ടേസ്റ്റ് വരുള്ളൂ. അതുപോലെ തന്നെ ഒരു പിടി നല്ലതുപോലെ കറിവേപ്പില ഏറ്റവും അവസാനം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് കുക്ക് ചെയ്യാം. അന്നേരം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ രീതിയിലാണ് എല്ലാവരും സാധാരണയായിട്ട് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാറ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇതേ ആ ഒരു സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. അന്നേരം എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലിൻസീസ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതൊന്ന് അടച്ച് വെച്ചൊരു 2 to 3 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യുക. ഇത് ഞാൻ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാണ്. അതിനുശേഷം ഓപ്പൺ ചെയ്തു. അന്നേരം നല്ല ഫ്ലേവറൊക്കെ നല്ലതുപോലെ ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട്. നല്ലൊരു മണമാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അന്നേരം ഇത് ചൂടോടെ കഴിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.